എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഭക്തൻ്റെ സ്നേഹത്തിന് മുന്നിൽ നമിക്കുന്ന തീവണ്ടിയുടെ കഥയാണ്. ഒരിക്കലൊരു സന്യാസി ജഗന്നാഥപുരിയിൽ നിന്ന് മധുരയിലേക്ക് വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ അതിമനോഹരമായ ഒരു കൃഷ്ണവിഗ്രഹം ഉണ്ടായിരുന്നു. ആ സന്യാസിയാകട്ടെ എപ്പോഴും ഭഗവാനെ കൂടെ തന്നെ കൊണ്ടു നടക്കുകയും അതീവ സ്നേഹത്തോടെ പൂജിക്കുകയും ലാളിക്കുകയും ചെയ്തിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം വിഗ്രഹം തൻ്റെ തൊട്ടടുത്ത സീറ്റിൽ വെച്ചു. തുടർന്ന് കൂടെയുള്ള മറ്റ് സന്യാസിമാരുമായി ഭഗവത് ചിന്തകളിൽ മുഴുകി. ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ സത്സംഗത്തിൻ്റെ ലഹരിയിൽ മുഴുകിയിരുന്ന അദ്ദേഹം തൻ്റെ സഞ്ചിയെടുക്കാൻ മറന്നുപോയി. ഭഗവാന്റെ വിഗ്രഹം ആ ട്രെയിനിൽ തന്നെ ഇരുന്നു. ആശ്രമത്തിലെത്തി ഭക്ഷണ സമയമായപ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണവിഗ്രഹം കൂടെയില്ലെന്ന കാര്യം അദ്ദേഹം ഓർത്തത്. സന്യാസി ആകെ പരിഭ്രാന്തനായി പൊട്ടിക്കരയാൻ തുടങ്ങി. തൻ്റെ ഭഗവാനില്ലാതെ ആഹാരമോ വെള്ളമോ കഴിക്കില്ലെന്ന് അദ്ദേഹം വാശി പിടിച്ചു. മറ്റൊരു സന്യാസി പറഞ്ഞു, "മഹാരാജ്, ഞാൻ ഇതിലും മനോഹരമായ ലക്ഷണമൊത്ത മറ്റൊരു വിഗ്രഹം നൽകാം." എന്നാൽ ആ ഭക്തൻ അത് നിരസിച്ചു. ഞാൻ ഇതുവരെ സ്നേഹിച്ചു വളർത്തിയ എൻ്റെ താക്കുർജിയെ തന്നെ വേണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അന്വേഷണത്തിനൊടുവിൽ വിഗ്രഹം ട്രെയിനിൽ തന്നെ മറന്നുവെച്ചതാണെന്ന് അവർ ഉറപ്പിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞതിനാൽ ആരെങ്കിലും അത് എടുത്തിട്ടുണ്ടാകുമെന്നും ട്രെയിൻ ഒരുപാട് ദൂരം പോയിട്ടുണ്ടാകുമെന്നും കൂടെയുള്ളവർ പറഞ്ഞു. എന്നാൽ ആ സന്യാസിക്ക് സ്റ്റേഷൻ മാസ്റ്ററെ കാണണമെന്നായി. എല്ലാവരും കൂടി സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞു. അവർ വന്ന ട്രെയിനിൻ്റെ പേര് കേട്ടപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അത്ഭുതത്തോടെ പറഞ്ഞു, "മഹാരാജ്, ആ ട്രെയിൻ മണിക്കൂറുകളായി ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങുന്നില്ല. എഞ്ചിനീയർമാർ വന്ന് പരിശോധിച്ചിട്ടും ഒരു തകരാറും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല." ഇത് കേട്ടപ്പോൾ മഹാത്മാവ് പറഞ്ഞു, "ട്രെയിൻ ഇനി നീങ്ങിക്കോളും. ഞാനില്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവൻ എങ്ങനെ ദൂരെ പോകാനാണ്?" സന്യാസി ട്രെയിനിനുള്ളിൽ കയറി നോക്കിയപ്പോൾ അദ്ദേഹം വച്ചിരുന്ന അതേ സ്ഥാനത്ത് ഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിഗ്രഹത്തെ കെട്ടിപ്പിടിച്ച് പുറത്തിറങ്ങിയ ഉടൻ തന്നെ യാതൊരു തകരാറുമില്ലാതെ ട്രെയിൻ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ലോക്കോ പൈലറ്റും സ്റ്റേഷൻ മാസ്റ്ററും എഞ്ചിനീയർമാരും ഈ അത്ഭുതം കണ്ട് സ്തബ്ധരായി നിന്നുപോയി. ഭഗവാൻ തൻ്റെ ഭക്തരോടായി പറയുന്നു, "ഭക്തൻ എവിടെ പാദം വയ്ക്കുന്നുവോ അവിടെ ഞാൻ എൻ്റെ കൈകൾ വയ്ക്കുന്നു. ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഒരിക്കലും അവനെ കൈവിടില്ല." നന്ദി.